ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് നാട്ടിൽ പോവാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് ഇങ്ങനെ പോയോണ്ട് നിൽക്കുക കേട്ടോ. എന്താ പറയുക, ഭയങ്കര സങ്കടമുണ്ട് ഇക്കാക്ക്. വിഷമം കൊണ്ട് എന്നോട് അധികം വർത്താനം പറയാൻ മുന്നേ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒരു മൂലക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ്. നാട്ടിലെത്തിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കണത്. അപ്പോൾ എത്തിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. പനി എല്ലാ ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായി വീഡിയോ ഇടാൻ. അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ ഇനി നാട്ടിലത്തെ വരുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി. നമ്മളിനി അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഭയങ്കര തിരക്കേനു. ഡോക്കാൻ്റെ മുഖം കണ്ടില്ലേ, ഭയങ്കര വിഷമത്തിനൊക്കെ പോണീന്. ഇപ്പോഴും ഇന്നെ വിളിച്ച് പറയും ഭയങ്കര ഇടങ്ങേറാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിന് കേട്ടോ. പിന്നെ ആകെ ഉള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബാഗ് അടക്കം പോലെ ലഗേജിൽ കൊണ്ടുപോയി. അതുകൊണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ അവിടുന്ന് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ്. ഹലോ ഗായ്സ്, വെയിറ്റിങ്ങിലാണ്. ഒക്കെ സെറ്റായി. ഇനി ഫ്ലൈറ്റ് വന്നാൽ മതി. ഫൈനലി നമ്മൾ എയർപോർട്ടിലെത്തി. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ബോർഡിംഗ് പാസ് കിട്ടി. ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി ഇവിടെ വെയിറ്റിങ്ങിലാണ്. നാട്ടിൽ പോണതിന് ഭയങ്കര സന്തോഷമുണ്ട്. അതിലേറെ ഇവിടുന്ന് ഇങ്ങോട്ട് പോണതിന് സങ്കടമുണ്ട്. എന്താ ചെയ്യാം. നമ്മളെ ഫ്ലൈറ്റ് വന്നിട്ടൊന്നുമില്ല. കുറേ ഫ്ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ ഫ്ലൈറ്റ് വന്നിട്ടില്ല. ഞാനെടുത്ത ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡച്ച് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ബഹ്റൈൻ ടു അബുദാബി, അബുദാബി ടു കാലിക്കറ്റ്. അപ്പോൾ അങ്ങനത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ അബുദാബിക്കുള്ള ഫ്ലൈറ്റ് കയറി. പിന്നെ ഓരോ ഇതിങ്ങനെ പറഞ്ഞു തന്നെയുണ്ട്, സുരക്ഷാ നിയന്ത്രണങ്ങൾ. അതൊക്കെ നമ്മൾ അതിൻ്റെ ബുക്കിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി നമ്മളിങ്ങനെ കുറേ നേരം ഫസ്റ്റ് കയറിയോണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു ഫ്ലൈറ്റ് എടുക്കാൻ. അപ്പോൾ ഇപ്രാവശ്യം വിൻഡോ സീറ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അബുദാബിയിൽ നിന്ന് കിട്ടിയില്ല, പക്ഷേ കാലിക്കറ്റിൽ നിന്ന് എനിക്ക് വിൻഡോ സീറ്റൊക്കെ കിട്ടി. ഞങ്ങളങ്ങനെ പോവാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പൊന്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അബുദാബിയിൽ എത്തിയിട്ടോ. പെട്ടെന്നായിരുന്നു ഒക്കെ എത്തിയത്. അങ്ങനെ നമ്മൾ അബുദാബിയിൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത ഫ്ലൈറ്റിന് കയറാൻ പോകുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഒരു ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഫുഡൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് കഴിക്കായിരുന്നു. എൻ്റെ വോയിസിൽ നല്ല ശ്വാസം വിടിഞ്ഞ തിങ്ങുന്നേ. എനിക്ക് സുഖമില്ലായിട്ടാണ് ഇങ്ങനെ വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളെ കാലിക്കറ്റിലുള്ള ഫ്ലൈറ്റ് വന്ന് ഞങ്ങളിങ്ങനെ അതിൽ കയറിക്കൊണ്ട് എന്തൊക്കെ ഓൽക്ക് അറിയേണ്ടത്. പള്ളിയിലുണ്ടോ, എന്തിനാണ് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെയും പോണത്, ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. എനിക്ക് പ്രാവശ്യം ഇതിൽ കാലിക്കറ്റിലുള്ള ഫ്ലൈറ്റിൽ വിൻഡോ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ സന്തോഷമായിരുന്നു. കാരണം പുറത്തത്തെ വ്യൂ ഒക്കെ നമുക്ക് നല്ല ഇങ്ങനെ കാണാമല്ലോ. അപ്പം നമ്മളിങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഫ്ലൈറ്റൊക്കെ എടുത്ത് ഇങ്ങനെ പൊന്തി. ഈ സാധനം ഇങ്ങനത്തെ സാധനം ഉണ്ടാവും കേട്ടോ ഫ്ലൈറ്റിൽ. ഇതെന്തിനാണെന്ന് വെച്ചാൽ വൊമിറ്റ് ചെയ്യുന്ന ബാഗാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാനൊക്കെ വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് ഛർദ്ദിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് വേസ്റ്റിലിടാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അപ്പം നമ്മളെ ഫ്ലൈറ്റൊക്കെ പൊന്താനായി ഇങ്ങനെ മൂവ് ചെയ്യലോടത്തേക്കണം കേട്ടോ. എനിക്കിപ്പോഴും എൻ്റെ സങ്കടവും വിഷമമൊന്നും മാറിയിട്ടില്ല. ഇപ്പോൾ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നതിന് നീ ഇങ്ങോട്ട് വാ ഭയങ്കര വിഷമമാണ്. പിന്നെ എന്തോ ഒരു ആവേശത്തിൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു 3 മാസം കഴിഞ്ഞിട്ട് പിന്നെയും പോകണം. പരമാവധി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഓരോ സപ്പോർട്ടും നമ്മൾ വിജയമാണ്. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇനി വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എത്തിയിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നല്ല രസമാണ് അവിടെ നിൽക്കാനൊക്കെ. അങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സമാധാനമാണ് മനസ്സിൽ. അപ്പോൾ ലാൻഡ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുക കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കാണ്. കാരണം ഒരു 2 ഫ്ലൈറ്റൊക്കെ ഒപ്പം വന്നുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ലഗേജൊക്കെ കിട്ടാൻ 1 മണിക്കൂർ നിന്നിട്ടാണ് ലഗേജ് കിട്ടിയത്. വീട്ടുകാരും തന്നെ നേരത്തെ വന്നുകൊണ്ട് ഓൽക്കും ചടച്ചു. നമ്മൾ ലഗേജൊക്കെ കിട്ടി നമ്മൾ ഇനി പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഒക്കെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്, കാണിച്ചു തരാം.
സാധനത്തിനെ കിട്ടി. എനിക്ക് ചത്തൊരു പൂ തന്നിട്ടുണ്ട്. ചത്തൊരു പൂവോ? ആ ചത്തല്ലേ, ബൊക്കൊക്കെ തരണോ. നമ്മൾ പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ വാണിയമ്പലത്ത് ഒരു മന്തിക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. കാരണം ഓലും തന്നെ 4 മണിക്ക് വന്നത്, 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.